ഓക്കെ ഹായ് ഗായ്സ്, ഞാനൊന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് ആവശ്യം കളർ പേപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം മതി ഈ ഫ്ലവർ ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. ഒരു റെഡും ഒരു പിങ്കുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കളറ്. ഇനി അടുത്തത് നമുക്ക് ആവശ്യം സിസേഴ്സാണ്. പിന്നെ നമുക്ക് ആവശ്യം മെറ്റൽ വയറാണ്. ഇത് 4 മെറ്റൽ വയർ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ആവശ്യം ക്ലിയർ ടേപ്പാണ്. ഇങ്ങനത്തെ വണ്ണം കുറഞ്ഞ ക്ലിയർ ടേപ്പ് ആയിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് വണ്ണം ഉള്ളെങ്കിൽ അതാ എടുത്താൽ മതി. പിന്നെ ഗ്രീൻ ടേപ്പാണ് വേണ്ടത്. ഗ്രീൻ ടേപ്പ് മിക്കവരുടെ വീട്ടിൽ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഗ്രീൻ ടേപ്പുമാണ് വേണ്ടത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ ചെയ്യുന്ന റെഡാണ്. നമുക്ക് പിങ്ക് മാറ്റി വെക്കാം. എന്നിട്ട് റെഡ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. നമുക്ക് ഒന്നുകൂടെ അത് പകുതിയായിട്ട് മടക്കണം. നമ്മളിങ്ങനെ പകുതിയായിട്ട് മടക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ക്ലോസ്ഡ് ഭാഗമാണ്, ഇനി ഇവിടെ ഓപ്പൺഡ് ഭാഗമാണ്. ഈ ഓപ്പൺഡ് ഭാഗമല്ല, ഈ ക്ലോസ്ഡ് ഭാഗത്തിൻ്റെ അവിടെ നിന്നാണ് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഈ ക്ലോസ്ഡ് ഭാഗത്തിൻ്റെ അവിടെ ഇതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു നീളത്തിലൊക്കെ ഇത് ഫുള്ള് കട്ട് ചെയ്യണം. ഇങ്ങനെ ഈ ഒരു വണ്ണം മതി. ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്യാണ് നമ്മൾ. ഇങ്ങനെ കോർണർ വരെ നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഈ കോർണർ വരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു നടുക്കില്ലേ, നടുക്ക ലൈൻ വരുന്ന അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ക്ലോസ്ഡ് ഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇത് തുറക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വരും. അതിങ്ങനെ കട്ട് ചെയ്യാം. നമുക്കിങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതങ്ങ് മാറ്റി വെക്കാം. അതിൻ്റെ അടുത്തത് നമുക്ക് ഈ മെറ്റൽ വയർ എടുക്കാം. ഞാനിപ്പം നീളമുള്ള മെറ്റൽ വയറാണ്. ഞാനിപ്പോൾ 4 ഇങ്ങനെ മടക്കിയതാണ്. 4 മടക്കുവാണെങ്കിൽ അത് ഇച്ചിരി കട്ടി കിട്ടും. 4 5 ആയിട്ട് മടക്കുവാണെങ്കിൽ ഇങ്ങനെ നേരെ ആക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്ലിയർ ടേപ്പ് എടുക്കുക. അപ്പോൾ ഈ ക്ലിയർ ടേപ്പ് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഈ ചുറ്റും ഇങ്ങനെ ഈ ടേപ്പ് വെച്ച് ഇങ്ങനെ ചുറ്റുക.
ഇതുകൊണ്ട് ഇങ്ങനെ ചുറ്റുക. നമ്മളത് ഇങ്ങനെ ചുറ്റി കഴിയാറായി. ഇത് നമ്മളിങ്ങനെ ഫുള്ള് ചുറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ടേപ്പില്ല, ഏതെങ്കിലും ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്ലിയർ ടേപ്പ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഏത് ടേപ്പാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ അറ്റം എത്തിയിട്ടുണ്ട്. ഇച്ചിരി എക്സ്ട്രായും കൂടെ വേണേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഈ എക്സ്ട്രാ വരുന്നത് ഇത്രയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ സൈഡിൽ എക്സ്ട്രാ വരുവാണെങ്കിൽ എന്തുകൊണ്ടോ അത്ര സ്ട്രൈറ്റ് അല്ലായിരിക്കും, പക്ഷെ നമുക്ക് അവസാനം ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ക്ലിയർ ടേപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കണം. ചെറിയൊരു പീസ് മതി. നമുക്കവിടെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന മെറ്റൽ വയർ ഇങ്ങനെ വെച്ചത് എടുക്കുക. എന്നിട്ട് ഈ പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് തുറക്കണം. ഇതുണ്ടെങ്കിൽ ശരിക്കും തുറന്ന് നോക്കണം. അതിനത് വീണ്ടും നമുക്ക് അടയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഇതിങ്ങനെ ഈ കോർണർ വരെ ഇത് വേണം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ടേപ്പ് വെക്കാം. ഇത് ചെരിഞ്ഞൊക്കെ വന്നാലും കുഴപ്പമില്ല, അത് പ്രധാന ഭാഗമൊന്നുമല്ല. ഇനി നമുക്കിതിങ്ങനെ റൗണ്ടായിട്ട് നേരെ കൃത്യം സ്ട്രെയിറ്റ് ആയിട്ട് റൗണ്ടായി ഇങ്ങനെ കൊണ്ടുപോകണം. ഇതുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇത് ഈ മെറ്റൽ വയറിനേക്കാളും നല്ല വണ്ണമായിട്ട് വരും, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയല്ല ഈ ഫ്ലവർ ഇരിക്കുന്നത്, പക്ഷേ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇത് ചെറുതാക്കി വണ്ണം കുറച്ചെടുക്കണം. ഞെക്കി വണ്ണം കുറച്ചെടുക്കണം. ക്ലിയർ ടേപ്പ് എടുക്കുക. എന്നിട്ട് ഇതതിൻ്റെ ചുറ്റും ചുറ്റണം. ഓക്കെ, അത് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുക. നമുക്കത് തിരിച്ചിങ്ങനെ ചുറ്റണം. അത് കഴിഞ്ഞിട്ട് ഈ മെറ്റൽ വയർ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം നന്നായിട്ട്. അതിന് വേണ്ടി ഇച്ചിരി മെറ്റൽ ഇത് നമുക്ക് ചുറ്റാം.
ഇവിടെ ഇങ്ങനെ നന്നായിട്ട് അങ്ങനെ ചുറ്റണം. അതിൻ്റെ അത് ചേച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. അതിന് നമുക്കത് കട്ട് ചെയ്യാം, മാറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ നടുക്കില്ലേ, ഈ നടുക്കുന്ന് ഇതിങ്ങനെ വലിക്കണം. അപ്പം അതിങ്ങനെ പൊങ്ങി വരും. അങ്ങനെ സൂക്ഷിച്ചൊക്കെ വലിക്കണം, ചെടുത്തൊന്നും പറ്റാതെ. അതിപ്പോൾ ഇത്ര ഞാൻ വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് മടങ്ങി പോയിട്ടുണ്ട്. ഞാൻ നേരെ വെക്കുകയാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ പറ്റും. അതിങ്ങനെ നേരെ വെച്ച് കൊടുത്താൽ മതി. ചിന്നതേ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മാക്സിമം നമുക്ക് വലിക്കാം കേട്ടോ. ഇത്രയായിട്ടാണ് ഞാൻ വലിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഗ്രീൻ ടേപ്പ് എടുക്കണം. ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഒരു ചെറിയ ഈ ടേപ്പ് കൊടുക്കണം. ഗ്രീൻ ടേപ്പ് നമുക്ക് ഗ്രീൻ ടേപ്പ് തന്നെ വേണം, അല്ലെ ഏതെങ്കിലും ഗ്രീൻ കളർ ടേപ്പ് ആയാലും മതി. ഗ്രീൻ കളർ തന്നെയായിരിക്കും ഭംഗി. അല്ലെ നമുക്കിങ്ങനെ ഗ്രീൻ കളർ പേപ്പറായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് തന്നെ എടുക്കണം. എന്നിട്ട് ഇത് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചുറ്റണം. നമ്മളിങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ കൊടുത്താൽ മതി. അത് ഈസിയാണ് ഇതിങ്ങനെ ചുറ്റാൻ. ഇവിടെ എത്തുമ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് കവർ ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ചെറിയൊരു റെഡിഷ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ലെയറും കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന കേട്ടോ കൂടുതൽ ഭംഗി. അപ്പോൾ നമുക്കിതിൻ്റെ ഈ എക്സസ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിങ്ങനെ അവിടെ വെക്കാം. കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ചെറിയ പീസും കൂടെ, ചെറിയ പീസായിട്ട് മുറിക്കണ്ട, ഇത് നേരെ അങ്ങ് ഒട്ടിക്കാം. എന്നുണ്ട് അവിടെ ഒരു റൗണ്ട് അങ്ങ് ചുറ്റാം. കാരണം ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിയിരിക്കാൻ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഗ്ലൂവും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്ലൂവിനേക്കാൾ നല്ലത് ഇതായിരിക്കും, കാരണം ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ മെറ്റൽ വയർ ഇങ്ങനെ നേരെയാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പൂ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂ. നമുക്ക് ഫ്ലവർ വേസിലോ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇത് വളരെ മനോഹരമായ ഒരു പൂവാണ്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.